sir. Good morning, sir. Good morning. Sharp. Good morning. Good morning. Very good morning. Very good morning. Papa, sit down. അപ്പോ എന്നാണ് കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്? മിസ്റ്റർ റെക്സ്, ഞങ്ങൾ വന്നത് നമ്മളൊന്ന് സംസാരിച്ച കാര്യം ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാനാണ്. ഓ അത് ശരി. അപ്പൊ വഞ്ചി എപ്പോഴും തിരുനക്കര തന്നെ. സോറി മിസ്റ്റർ അലക്സ്, നിങ്ങൾ പറഞ്ഞ എമൗണ്ടിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ സബ്മിറ്റ് ചെയ്ത സ്റ്റോറി ബോർഡ് അനുസരിച്ച് 25 lakhs എങ്കിലും ഉണ്ടെങ്കിലേ അതിന്റെ പെർഫെക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റും. കമ്പനിയുമായുള്ള ഫസ്റ്റ് കോൺട്രാക്ട് എന്ന നിലയ്ക്ക് ഒരു കോംപ്രമൈസ്. കാവേരി ഹെർബൽ സോപ്പിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനോട് പരസ്യത്തിന് ഇന്നത്തെ സൊസൈറ്റിയിലുള്ള സ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമുണ്ടോ? കോമ്പറ്റീഷൻ ഒന്നാമനാവുക, അതിന് പ്രോഡക്റ്റിനുള്ളതിനേക്കാൾ ക്വാളിറ്റി പരസ്യത്തിനുണ്ടായി പറ്റൂ. ആമേ റൈറ്റ്? ഡെഫിനറ്റ്ലി. ബട്ട് നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കൂ, എന്നിട്ട് എന്നെ വിളിക്കൂ. ഓക്കെ? കലക്കി. ഇനി ഇന്റർവ്യൂ തുടങ്ങാമല്ലോ. തുടങ്ങാം. ആദ്യം നമുക്ക് കാതൽ മന്നനെ വിളിക്കാം. മന്നൻ റെഡി. മോഡൽസ് ഒക്കെ എങ്ങനെയുണ്ട് മുസ്തഫ? വലിപ്പം പറയാന്ന് വിചാരിക്കരുത്. എന്റെ ഇന്നത്തെ സെലക്ഷൻ സൂപ്പർ ആയിരുന്നു. 1 ഡസൻ വന്നതിൽ നിന്ന് 1/4 ഡസൻ ഞാൻ തപ്പി ഒപ്പിയെടുക്കായിരുന്നു. കണ്ടു, ആ. എല്ലാത്തിനെയും കണ്ടു. ആ. ഒരുമാതിരി കപ്പക്കോലുണ്ട്, ക്രിക്കറ്റ് സ്റ്റംപ് കുത്തിക്കോലുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആക്ച്വലി സാറ് കുട്ടികളെ ശ്രദ്ധിച്ചിരുന്നോ? സാറ് അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു. അതിലൊരെണ്ണം ഉഗ്രൻ ചരക്ക്, ആ, എക്സ്പോർട്ട് ക്വാളിറ്റി. എന്നാ വിളിച്ചോ, നമുക്ക് വീട്ടിൽ കൊണ്ട് വളർത്താം. അതൊക്കെ വലിയ ചെലവല്ലേ? ടോമി, ഏയ്. അപ്പൊ എല്ലാത്തിനും പറഞ്ഞുവിടാല്ലേ? എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ കാണി ശരിയല്ല. ഇത്രയും നാളായിട്ട് ഒരു മോഡലിനെ സെലക്ട് ചെയ്യാൻ പഠിച്ചില്ലല്ലോ മുസ്തഫ. വെരി ബാഡ്. അതായത് ഈ സൗന്ദര്യ ശാസ്ത്രത്തെ കുറിച്ച് റെക്സാറിന് ഒരു ക്ലാസ് കൊടുത്തേ പറ്റുമല്ലേ? May I come in, sir? യെസ്, കം ഇൻ. Sir, I am Nancy. ഇന്റർവ്യൂവിന് വന്നതാ. വഴിയിൽ ട്രാഫിക്കിൽ പെട്ട് കുറച്ച് ലേറ്റായി. അയ്യോ, ആ എപ്പിഡോസ് കഴിഞ്ഞല്ലോ കുട്ടി. ഇനി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ കാര്യം? ഇന്റർവ്യൂ കഴിഞ്ഞു. മൈ ഗോഡ്. നാൻസി വിഷമിക്കണ്ട, സെലക്ഷൻ കഴിഞ്ഞിട്ടില്ല. There is a chance. Thank God. കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ തന്നോളൂ. Sir, this is my biodata. ഓഫീസ് ഫോൺ നമ്പറും പേജർ നമ്പറും ഇതിലുണ്ട്. ഓക്കെ, താങ്ക് യു, സർ. വെൽക്കം. നല്ല കുട്ടി. കസ്തൂരി ഹെർബൽ സോപ്പിന്റെ പരസ്യത്തിന് പറ്റിയ ഒരു മോഡൽ ഞങ്ങളുടെ കൈവശമുണ്ട്. ഓഹോ, MD സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്ത് പറഞ്ഞിരിക്കുക. പിന്നെന്താ പ്രശ്നം തിരുവേനി? മോഡൽ ഓക്കെ ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. എങ്കിൽ നമ്മൾ പറഞ്ഞ ഡേറ്റിന് തന്നെ വർക്ക് തുടങ്ങാം, അല്ലെ? ഓ ഷുവർ. പറഞ്ഞ എമൗണ്ടുമായി കമ്പനി കാഷ്യർ ലൊക്കേഷനിൽ വരും. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പോ നാൻസിയുടെ കാര്യം നടക്കില്ലല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മോഡലിംഗ് ഒരു പ്രൊഫഷനാണ്. അത് അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണും. എത്ര സുന്ദരിയായാലും പങ്ക്ച്വാലിറ്റി ഇല്ലെങ്കിൽ പോയില്ലേ. വെറുതെ ഒരു രസത്തിന് വരുന്നവരെ പ്രൊഫഷണൽസ് ആയി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മോന കുട്ടിയൊന്ന് കണ്ടിരുന്നെങ്കിൽ. നോക്കാം, ഇനി അവസരങ്ങളുണ്ടല്ലോ. ഈ ഇടയായിട്ട് എല്ലാ കാര്യത്തിനും ഇത് തന്നെയാണ് മറുപടി. വേറെ ഏത് കാര്യത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞേ? നിന്റെ കാര്യങ്ങൾ നോക്കിയും കണ്ട് നടത്താൻ ഒരു പെൺകുട്ടിയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് നാളെ എത്രയായി? ഓ അങ്ങനെ. പുണ്യാളച്ചനാകാൻ വല്ല ആലോചനയുണ്ടോ? പപ്പ, പാചകം മോശമായാൽ ഒരു ദിവസത്തെ നഷ്ടം, കൃഷി മോശമായാൽ ഒരു വർഷത്തെ നഷ്ടം, വിവാഹം മോശമായാൽ ജീവിതകാലം മുഴുവൻ നഷ്ടം. വല്ല അലവലാദികളും വന്ന് കയറിയ നമ്മൾ നമ്മളുടെ കമ്പനി പോകും പപ്പ. അതുകൊണ്ടല്ലേ. ലൈറ്റ്സ്, ഇങ്ങ വന്നേ. ഇതെവിടെ വെക്കാനാ പറഞ്ഞേ? എനിക്കറിയില്ല. അവരാ- എടുത്തു വെക്കണോ? ആര് വെച്ചത്? ആ ജൂണിനെ കൊണ്ട് എടുത്തു വെച്ചേ. ആ എന്റെ റാഫിയൊക്കെ ഹലോ റെക്സാർ. ഹലോ, സുപ്രഭാതം. ആ ലെഫ്റ്റ് ലെഫ്റ്റ്. തിരുമേനി എത്തി. ഉടനെ റൈറ്റ്. നമുക്ക് തുടങ്ങാം. ആ കുറച്ച് മോഡല് റെഡി വിത്ത് മേക്കപ്പ്. ഞാനിപ്പം സൈനോരാ. സ്റ്റെപ്സ് അറിയാലോ, മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അവിടെ വരെ വരണം, അവിടെ വരെ. ഓക്കെ, മ്യൂസിക്. മ്യൂസിക്. റണ്ണിംഗ്. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ്. ആക്ഷൻ. എന്തായി കുട്ടി കാണിക്കുന്നേ? മാസ്റ്റർ, മൂവ്മെന്റ് ശരിയാവുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഓക്കെ,
എന്റെ കാണിക്കണം നോക്ക് ശരി. ശ്രദ്ധിച്ചോ. 1 കണ്ടോ? 2 3 ആ, 4 ആ, അതന്നെ ഞാൻ കാണിച്ചു തരാം. എന്തുകൂടെ ഇവിടെ ഇങ്ങനെ മനസ്സിലായില്ലേ ഇപ്പൊ? ആ ഇത് കുളമാവും. താളബോധം തീരെയില്ല. റെഡിയാ? സൗണ്ട് റെഡിയാ? സൗണ്ട് ക്യാമറ സ്റ്റാർ ആക്ഷൻ. എന്തുവാണ് ഇത്? അല്ല അത് പിന്നെ കമ്പനിക്ക് മതി മതി മതി. ബ്രേക്ക്. ഈ അമ്മച്ചി എങ്ങനെ ശരിയാവോ? കണ്ടല്ലോ, സൂപ്പർ പെർഫോമൻസ്. കമ്പനിക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസല്ലേ? ഞാൻ പറഞ്ഞ നാൻസിക്ക് ഒരു അവസരം കൊടുത്തു നോക്കിക്കൂടെ? ഇത് ശരിയാവും തോന്നില്ല. പപ്പ വിളിക്കേ, ട്രൈ ചെയ്ത് നോക്കാം. റെഡി ആണെങ്കിൽ പെട്ടെന്ന് ഒരു വണ്ടി വിളിച്ചേക്ക് വരാൻ പറ. ആ ഇന്നലെ വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്ന് ചെന്നപ്പോഴാ സംഭവം. അമ്മയ്ക്ക് പെട്ടെന്നൊരു അറ്റാക്ക്. 3 പെൺകുട്ടികൾ മാത്രമുള്ള ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇപ്പോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ബെറ്റർ കണ്ടീഷൻ. അനിയത്തിമാർ 2 പേരും അടുത്തുണ്ട്. ഞാനിവിടെ ഇരുന്നാൽ തന്നെ എന്റെ മനസ്സ് മുഴുവൻ ഹോസ്പിറ്റലിലായിരിക്കും. അതുകൊണ്ടാ ലീവ് എടുക്കാന്ന് വിചാരിച്ചത്. ഇത്തരം ഒരു എമർജൻസി പീരീഡിലെ നാൻസി ലീവ് എടുക്കുന്ന എനിക്കറിയാം. ഡോണ്ട് വറി. താങ്ക് യു സർ. ലീവ് എടുത്തോ? എടുത്തു. വൈകുന്നേരം ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ശരി. ആ പിന്നെ മേഘ അഡ്വർടൈസിംഗ് കമ്പനിയുടെ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. പെട്ടെന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്താൻ. ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെയാ പോകാൻ കഴിയുക? ഇല്ല, വരാൻ കഴിയില്ലെന്ന് ഒരു മെസ്സേജ് കൊടുക്കണം. ഹലോ, അതെ, ആണോ? എന്താ? നാൻസിക്ക് എത്താൻ കഴിയില്ലെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇറങ്ങുന്ന പാർട്ടികളാ. അതല്ല, ആ കുട്ടിയുടെ അമ്മയ്ക്ക് റെക്സ് എന്താ ഈ പറയുന്നേ? കമ്പനിക്ക് താല്പര്യം ഉണ്ടെന്ന് കരുതി ഇതുമാതിരിയുള്ള വേസ്റ്റ് കേസിനെ വെച്ച് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റില്ല. റെക്സ്, ഞാൻ തിരുവേനി MD. എന്റെ വർക്കിൽ എനിക്ക് പെർഫെക്ഷൻ നോക്കിയേ പറ്റൂ. സോറി. എടാ ടിറ്റോ, പൊന്നുവനെ, കർത്താവ് നേർവഴിയുള്ളവനാടാ. കണ്ടില്ലേ, എന്നും വിജയഗിരിയുടെ മാത്രം ചൂടി നിന്ന റെക്സ് ഐസക് പുന്നൂക്കാരൻ കസ്തൂരി ഹെർബൽ പ്രോഡക്ട്സിന് വേണ്ടി ചെയ്ത ആഡ് ഫിലിം തുടക്കത്തിലെ ക്ലോസ്. നീ അധികം സന്തോഷിക്കാൻ വരട്ടെ. റെക്സ് അല്ലേ ആൾ. ഒന്ന് മനസ്സിൽ കാണാണ്ട് അവൻ മറ്റൊന്ന് പ്രവർത്തിക്കില്ല. എന്തു പ്രവർത്തിക്കാൻ? നീ നോക്കിക്കോ, എത്ര വില കൊടുത്തും ഞാൻ ആ തിരുമേനിയെ എന്റെ കൈപ്പിടിയിൽ ഒതുക്കും. ഏത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചാലും. ജാക്കിക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ചാച്ചനോടൊരു വാക്ക് പറഞ്ഞാ പോരെ? ചാച്ചനെ ഇതിനകത്ത് ഇടപെടുത്തണ്ട. ചാച്ച ഇടപെട്ടാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാലോ. വേണ്ട, ഒരുപാട് മിടുക്കന്മാരാ നോക്കണ്ട. ഇതേ സ്ഥലം വേറെയാ. പിന്നെ ഏതാ സ്ഥലം? കൈലാസോ? അതെ, ഒരു സിംഗൽ തമ്പാൻ മുതലാളി വാഴുന്ന സ്ഥലം. ഒന്നിനൊടിച്ചാൽ ഈ ഭൂതഗണങ്ങൾ ഒന്നിച്ച് നിങ്ങളെ ഭസ്മമാക്കി കളയും. തീരെ മറച്ചു നിന്ന പട്ടിക്ക് ശൗര്യം കൂടും. ഹലോ, കുരിശങ്കൽ തമ്പാമുതലാളിയല്ലേ? റായിന്റെ മോനെ, കുരിശിക്കൽ തമ്പാന്റെ കോട്ടയ്ക്കത്ത് കയറിയാണ് കളി. 4 ചക്രം സർക്കാർ പണം വാങ്ങുന്നവരൊക്കെ എവിടെ നിന്ന് കിട്ടിയാൽ ചങ്കൂറ്റം? ആരാണ് തന്നെ കൊണ്ടുവിട്ടത്? നിയമലംഘനം നടത്തുന്ന എവിടെയായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കടന്നു ചെല്ലാനുള്ള അധികാരമുണ്ട്. പാട്ടി,
നിയമ വകുപ്പ് എന്നെ പഠിപ്പിക്കുന്നു. എടാ കൊച്ചനെ, നിന്നേക്കാൾ വലിയ കുപ്പായവും മുദ്രയും ധരിക്കുന്ന മേലാഫീസർമാര് വരെ എന്റെ മുമ്പിൽ ഓച്ചാരിച്ച് റാമ്പുളി എത്തിക്കാറുള്ളൂ. എന്താ കാരണം? ഒരു മാസം ഇരുന്ന് ചെറിച്ചാൽ സർക്കാരിന്റെ പുരാൻ ഒലത്തുന്നതിന്റെ ഇരട്ടിയുടെ ഇരട്ടിയാ കുരിശിക്കൽ തമ്പാൻ പിച്ച കൊടുക്കുന്നത്. അവന്മാരൊക്കെ തമ്പാൻ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, കിടക്കാൻ പറഞ്ഞാൽ കിടക്കും, പെടുക്കാൻ പറഞ്ഞാൽ പെടുക്കും. അങ്ങനെയുള്ളപ്പോ വെറുതെ ഏറ്റയായ നിനക്ക് എന്റെ താവളത്തിൽ കയറാൻ എങ്ങനെ കഴിഞ്ഞു? എല്ലാവരും നിങ്ങളുടെ എച്ചിൽ നിന്ന പട്ടികളാണെന്ന് കരുതരുത്. ഈ യൂണിഫോമിലൂടെ നീതി പുലർത്താൻ ചിലരെങ്കിലും ഡിപ്പാർട്ട്മെന്റുണ്ട്. അവന്റെ അമ്മയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ്. ബാബു, എന്നിട്ട് കത്തിക്കണം എല്ലാത്തിനെയും. ഇവന്റെയൊക്കെ നെയ്യുരുകി തീ ആളി കത്തട്ടെ. നിർത്ത തമ്പാനെ, എന്തായത്? തന്റെ അമ്മയുടെ അടിയന്തരം. തമ്പാനെ, ഞാൻ അളിഞ്ഞില്ലെന്നായിരിക്കും. എടോരപ്പാ, തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോ എന്റെ എന്ത് നക്കാൻ തയ്യാറായിട്ട് താനൊക്കെ കുരിശിങ്കത്തറവാട്ടി വന്ന് കിടക്കുമ്പോ കണ്ണും പൂട്ടി ലക്ഷവും കോടി അങ്ങോട്ട് തരുന്നത് ചരയ്ക്കാനല്ല, ജനപ്രതിനിധിയായി അവിടെ പോയിരുന്ന് ജനങ്ങളെ മറ്റേത് താങ്ങാനുമല്ല. കാവൽ പട്ടികളെ പോലെ ഞങ്ങളെ കാക്കാനാ. അതിനൊന്നും ഒരു സംശയവും വേണ്ട. പിന്നെ ഈ തെണ്ടികൾ എങ്ങനെ ഇവിടെ വന്നു? ഏതോ ഒരു പത്രക്കാരന്റെ പണിയാ. യൂണിഫോം ഇട്ട് ആവേശത്തിന് ഇറങ്ങി പുറപ്പെടാൻ ഈ കൊച്ചൻ തമ്പാനിട്ട് പണിതാൽ ചെല്ല്, വേഗം വിട്ടു. ചെന്നിട്ട് ശരിക്കൊന്ന് ആവി പിടിച്ചിട്ട് ഒരു 2 എണ്ണവും വീശിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ഉറക്കം എണീക്കുമ്പോ ഇതെല്ലാം സ്വപ്നമാണെന്ന് തോന്നും.